ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ജെമ്മലി ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിൻ്റെ അടുത്താണ്. ഞങ്ങൾ മാർപ്പാപ്പയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാമെന്ന് കരുതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ജോജിച്ച ആദ്യമേ തന്നെ അറിയാനുള്ളത് മാർപ്പാപ്പയുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും അറിയിക്കാനായിട്ട് സാധിക്കുമോ? ജോബിച്ചത് വത്തിക്കാൻ 2 പ്രാവശ്യമാണ് ദിവസത്തിൽ പരിശുദ്ധ പിതാവിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നമുക്ക് തരുന്നത്. ഇന്ന് ഇപ്പോൾ നമുക്ക് വൈകുന്നേരം കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് പരിശുദ്ധ പിതാവിന് നേരിയ തോതിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. മറ്റൊരു കാര്യം ഞാൻ കേട്ടതനുസരിച്ച് മാർപ്പാപ്പയ്ക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിരുന്നല്ലോ, അതേക്കുറിച്ച് കൂടുതൽ വാർത്തകൾ ഇന്ന് വന്നിരുന്നു എന്ന് ഞാൻ കേട്ടു. അത് കൂടുതലായിട്ട് പറയാൻ സാധിക്കുമോ? മാർപ്പാപ്പയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയിരുന്നു. അതിനുശേഷം കിഡ്നി ചെറിയ തകരാറിലായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് അത് നോർമൽസിലേക്ക് മടങ്ങി വരുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണതല്ലേ. അതുകൂടെ തന്നെ മാർപ്പാപ്പയ്ക്ക് CT സ്കാൻ ചെയ്തതായിട്ട് ഞാൻ കേട്ടിരുന്നു വാർത്ത. അതിൻ്റെ കൂടുതൽ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരെ അറിയിക്കുവാൻ സാധിക്കുന്നു. ജ്യോതിഷം പറയുന്ന പോലെ ഇന്നലെ പരിശുദ്ധ പിതാവിന്റെ ശ്വാസകോശത്തിന്റെ CT സ്കാൻ ചെയ്തിരുന്നു. പക്ഷെ അവര് അതിന്റെ ഫൈനൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല. പക്ഷെ ഇന്ന് വത്തിക്കാൻ ന്യൂസ് പുറത്തുവിട്ടതനുസരിച്ച് ശ്വാസകോശത്തിന്റെ അവസ്ഥ നോർമൽസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് വളരെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. തീർച്ചയായും ചോദിച്ചാൽ അതൊരു ശുഭസൂചകമായ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. എങ്കിലും ഒരു കാര്യം കൂടി അവസാനമായി ചോദിക്കാനുള്ളത്, ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ടെസ്റ്റുകളോ എന്തെങ്കിലും കാര്യങ്ങൾ മാർപ്പാപ്പയുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ അറിയുവാൻ വേണ്ടി ചെയ്തതായിട്ട് എന്തെങ്കിലും അറിഞ്ഞിരുന്നോ പുതിയതായി? കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഇന്നും ബ്ലഡ് ടെസ്റ്റിന്റെ കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതായത് ഇന്നത്തെ ബ്ലഡ് ടെസ്റ്റ് അനുസരിച്ച് ഒത്തിരി ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതായത് മൊത്തത്തിൽ ഇന്നത്തെ റിസൾട്ട് അനുസരിച്ച് കോംപ്ലിക്കേഷൻസ് ഒരിക്കലും കൂടുതലായിട്ട് പോയെന്ന് പറയുന്നില്ല. എങ്കിലും പറയാനായിട്ട് സാധിക്കും നേരിയ തോതിൽ ഒത്തിരി പുരോഗതി കാണിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേസമയം മൊത്തത്തിൽ പരിശുദ്ധ പിതാവിന്റെ ഗുരുതരാവസ്ഥ ഇതുവരെ തരണം ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഹെൽത്ത് സങ്കീർണമാണ്. 88 വയസ്സുള്ള പാപ്പയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും അതിജീവിക്കുക എന്നുള്ളത് അത്ര ഈസിയല്ല. പക്ഷെ അറ്റ് ദ മൊമെന്റ് നമുക്ക് പറയാം ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ് വത്തിക്കാൻ ന്യൂസ് നമുക്ക് പുറത്തുവിട്ടത്. തീർച്ചയായും ഇതെല്ലാം നൽകുന്നത് ശുഭസൂചകമായ ഒരു വാർത്ത തന്നെയാണ്. എങ്കിലും പരിശുദ്ധ പിതാവിന് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് പൂർണ്ണമായും വിട്ടുവന്നിട്ടില്ല എന്ന് തന്നെയാണ് ജോജിച്ചിൽ നിന്ന് കിട്ടുന്ന വാർത്ത പ്രകാരം മനസ്സിലാകുന്നത്. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോജി പോൾ കളരിക്കലിനോടൊപ്പം റോമിലെ ജെമ്മലി ഹോസ്പിറ്റലിലും ഫാദർ ജോബി പോൾ കാച്ചപ്പള്ളി.